ഗാർഡ് ആ വീടിൻ്റെ വാതിൽ തുറന്നതും സ്റ്റാലിൻ മീനുവിനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നേ? എന്നെ ബലമായി കല്യാണം കഴിച്ചതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുമെന്നാണോ? മീനു ദേഷ്യത്തോടെ ചോദിച്ചു. ഹേയ്, എന്തിനാ മീനു ബേബി ഇങ്ങനെ ദേഷ്യം? എനിക്ക് ദേഷ്യം കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ കൊച്ചേ, സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒന്നും മിണ്ടാൻ പോയില്ല. അവൾക്ക് ദേഷ്യവും അതുപോലെ തന്നെ വിഷമവും ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു. സ്റ്റാലിൻ അവളുടെ അടുത്തേക്ക് നടന്നു. മീനു പേടിയോടുകൂടി പുറകിലേക്ക് നീങ്ങി നീങ്ങി നടന്നു. അവിടെയുള്ള ചുമരിൽ ഇടിച്ചു. മീനു നിന്നതും സ്റ്റാലിൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളിലേക്ക് അമർന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. പേടികൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മീനു, സ്റ്റാലിൻ അവളുടെ മുഖം തൻ്റെ കൈക്കുള്ളിൽ എടുത്തുകൊണ്ട് പതിയെ വിളിച്ചു. ഏതോ ലോകത്തിൽ എന്ന പോലെ മീനു വിളി കേട്ട് ഒന്ന് മൂളി. ദേ, ഈ മൂക്കുത്തിയുണ്ടല്ലോ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിന്നിൽ ഇഷ്ടപ്പെട്ട കാര്യം. ഡു യു നോ ഹൗ ബ്യൂട്ടിഫുൾ യുവർ ഫേസ് ഈസ് വെൻ ദാറ്റ് നോസ് റിംഗ് ഷൈൻസ്, മീനു, സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒന്നും മിണ്ടിയില്ല. അവൻ്റെ മുഖത്തേക്ക്, ആ നീലക്കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടവൾ അങ്ങനെ നിന്നു. സ്റ്റാലിൻ മീനുവിൻ്റെ മൂക്കുത്തിയിൽ പതിയെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു. ചെല്ല്, അവിടെയാണ് നിന്റെ റൂം. പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ, സ്റ്റാലിൻ പറഞ്ഞു. മീനു അവനിൽ നിന്നും മാറിക്കൊണ്ട് സ്റ്റാലിൻ കാണിച്ചു കൊടുത്ത ആ റൂമിലേക്ക് നടന്നു. മീനു ഒന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മീനുവിന് അറിയാമായിരുന്നു. ആ റൂമിന് മുന്നിൽ എത്തി മീനു ഒന്ന് തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോടെ സ്റ്റാലിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മീനു വേഗം ആ റൂമിൽ കയറി വാതിലടച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കരഞ്ഞു പോയിരുന്നു. അവൾ ആ റൂം നിറകണ്ണുകളോടെ ചുറ്റും നോക്കി. ആർഭാടം നിറഞ്ഞ ഒരു റൂമായിരുന്നു അത്. മീനു മെല്ലെ എഴുന്നേറ്റ് അവിടെ കണ്ണാടിയുടെ മുന്നിൽ നാളേക്കുള്ള സാരിയും മറ്റു സാധനങ്ങളും ഉണ്ടായിരുന്നു. മീനു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കട്ടിലേക്ക് വീണിരുന്നു. അവളുടെ മനസ്സിൽ അമ്മയുടെയും അച്ഛൻ്റെയും മുഖം തെളിഞ്ഞു വന്നു. ഇതേ സമയം ആശുപത്രിയിലെ വരാന്തയിൽ ഇരിക്കുകയാണ് ധ്രുവൻ. അവിടെ തൂൺ ചാരി ആദിയുമുണ്ട്. ധ്രുവൻ്റെ അടുത്തായി ദേവുവുമുണ്ട്. തുളസിക്ക് കുഴപ്പമൊന്നുമില്ല. ട്രിപ്പിട്ടുകൊണ്ട് ഒരു ദിവസം ആ ട്രിപ്പിട്ടു. അവിടെ അഡ്മിറ്റ് ചെയ്തു. ദേവു ധ്രുവൻ്റെ തോളിൽ കൈവച്ചു. അവൻ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു. ധ്രുവ, നമുക്ക് അന്വേഷിക്കണ്ടേ? ആദി ചോദിച്ചു. സമയം എത്രയായി ആദി? ധ്രുവൻ ചോദിച്ചു. ഇപ്പോൾ സമയം 1:30 ധ്രുവൻ പറഞ്ഞു. ഇനി നേരം പുലരാൻ 4.5 മണിക്കൂർ കൂടെയുണ്ട്. ഇതവൻ്റെ പ്ലാനാണെങ്കിൽ നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല, ധ്രുവൻ പറഞ്ഞു. പിന്നെ സ്നേഹിക്കുന്ന ആളുടെ കൂടെയാണ് മീനു പോയത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയല്ല എന്നറിഞ്ഞാൽ വീണ്ടും അമ്മായിക്ക് ടെൻഷൻ വരും, ദേവു ടെൻഷനോടെ പറഞ്ഞു. അവൻ ജയിച്ചു എന്നായിരിക്കും അവൻ്റെ വിചാരം. ഇതിനല്ലെങ്കിൽ വേറെ ഒന്നിൽ ഞാൻ അവനെ പൂട്ടും, ധ്രുവ് വാശിയോടെ പറഞ്ഞു. ശിവേട്ട, ആവശ്യമില്ലാത്തതിന് പോവണ്ട. നാളെ കൂടെ കഴിഞ്ഞാൽ മീനു ആളുടെ ഭാര്യയാണ്, ദേവു പറഞ്ഞു. അങ്ങനെയൊരുത്തൻ്റെ ഭാര്യയായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ അനിയത്തിക്ക്, ധ്രുവ് പറഞ്ഞു. ധ്രുവ, അവൻ ചെയ്ത കൊലയിലെ ഏതെങ്കിലും ഒരു കേസ് റീഓപ്പൺ ചെയ്താൽ മതി, ആദി പറഞ്ഞു. അതിന് അവനെതിരെ തെളിവുകളില്ലല്ലോ. പിന്നെ അവൻ ചെയ്തതാണ് എന്ന സംശയം പോലുമില്ല. പിന്നെ എങ്ങനെയാണ് അവൻ ചെയ്ത കൊലയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്, ധ്രുവ് ചോദിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ ടെൻഷനായി ഇരിക്കല്ലേ, ആദി പറഞ്ഞു. ധ്രുവൻ ഒന്നും മിണ്ടിയില്ല. അവൻ ആദിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആദിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ഇപ്പോൾ വരാം, ദേവു ഇവനെ ഒന്ന് നോക്കണേ എന്ന് ദേവുവിനോട് പറഞ്ഞ് ആദി ആശുപത്രിയിൽ നിന്നും പോയി. ദേവുവിനെ ആണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. എവിടേക്ക് ആദിയേട്ടൻ പോയത്? ദേവു ചോദിച്ചു. അവൻ കുപ്പി മേടിക്കാൻ പോയതാ, ധ്രുവ് പറഞ്ഞു. ഇപ്പോഴും കുടി തന്നെയല്ലേ, ദേവു ചോദിച്ചു. അതെ, എനിക്ക് കുടിക്കണം, ധ്രുവ് പറഞ്ഞു. ഇവിടെ വെച്ചോ, ഇത് ആശുപത്രിയല്ലേ, പിന്നെ കുടിച്ചാൽ പോരെ, ദേവു ചോദിച്ചു. പറ്റില്ല, ധ്രുവ് ദേഷ്യത്തോടെ പറഞ്ഞതും ദേവു ഇരുന്ന് അവിടെ നിന്നും എഴുന്നേറ്റു. എല്ലാവരും അവരെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. ശിവേട്ടാ, ദേവു ശബ്ദം കുറച്ച് വിളിച്ചു. അവനൊന്ന് മൂളി. എന്താ ഇത്? ആശുപത്രിയിൽ ഇങ്ങനെ ഒച്ച വയ്ക്കാൻ പാടില്ല, ദേവു പറഞ്ഞു. എനിക്കറിയാം, ധ്രുവൻ പറഞ്ഞു. അതോടെ ദേവു ചെന്ന് അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ കയ്യിലെടുത്തുയർത്തി. അവൻ്റെ നെറ്റിയിൽ ഒന്ന് മൃദുവായി മുത്തിക്കൊണ്ട് ദേവു അവനെ അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ധ്രുവും അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദേവുവിൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. ദേവു അവൻ്റെ തലമുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. രാവിലെ അലാറം അടിക്കുന്നത് കേട്ടാണ് മീനാക്ഷി കണ്ണു തുറക്കുന്നത്. അവൾ കണ്ണുകൾ ചിമ്മി തുറന്ന് കുറച്ചു നേരം ആ കിടപ്പ് അങ്ങനെ കിടന്നു. ഇന്ന് തൻ്റെ കല്യാണമാണ്, തനിക്ക് വേണ്ടപ്പെട്ടവരായി ആരുമില്ലാത്ത കല്യാണം. അടുത്ത നിമിഷം ആരോ ഡോർ തുറന്ന് അകത്തേക്ക് വന്ന ശബ്ദം കേട്ട് മീനു ഞെട്ടി ചാടി എഴുന്നേറ്റു. അത് സ്റ്റാലിനായിരുന്നു. അവൻ മീനുവിനോട് അടുത്ത് ചെന്ന് കട്ടിലിൻ്റെ സൈഡിലിരുന്നു. അതോടെ മീനു അവിടുന്ന് പേടിയോടെ നീങ്ങി മാറിയിരുന്നു. ഹേയ് മീനു ബേബി, റിലാക്സ്, ഇന്ന് നമ്മുടെ കല്യാണമാണ്, വേഗം ചെന്ന് കുളിച്ച് റെഡിയായി ദേ ആ കാണുന്ന എല്ലാം ഇട്ട് സുന്ദരിയായിട്ട് വാ, സ്റ്റാലിൻ പറഞ്ഞു. ഇല്ല, എനിക്ക് സമ്മതമല്ല ഈ കല്യാണത്തിന്.
ഞാൻ ഇതൊന്നും ഇട്ട് അണിഞ്ഞൊരുങ്ങി വരുമെന്ന് താൻ കരുതണ്ട, മീനു ദേഷ്യത്തോടെ പറഞ്ഞു. മീനു, ഞാൻ നിനക്ക് 45 മിനിറ്റ് തരും. അതിനുള്ളിൽ നീ റെഡിയായില്ലേ ഞാൻ നിന്നെ കുളിപ്പിച്ച് ഈ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങ് തരും. അത് വേണ്ടെങ്കിൽ ചെല്ല്, പോയി റെഡിയാവ്. സ്റ്റാലിൻ മീനുവിൻ്റെ കവിളിൽ തട്ടി. അത് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. മീനു അത് കേട്ടതും ഞെട്ടി അവിടെ നിന്നും എഴുന്നേറ്റ് സ്റ്റാലിൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്നറിയാം എന്നുള്ളതുകൊണ്ട് മീനു അവിടെയുള്ള ടവൽ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിൽ കയറിയ അവൾ അവിടെ നിന്നുകൊണ്ട് ശ്വാസം വലിച്ചു വിട്ടു. അവിടെ തന്നെ മീനുവിനുള്ള ബ്രഷും പേസ്റ്റും സോപ്പും അങ്ങനെ അവൾക്ക് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു. അവൾ ആദ്യം പല്ലുതേപ്പ് കഴിഞ്ഞുകൊണ്ട് ദേഹത്തെ ഡ്രസ്സ് അഴിക്കാൻ തുടങ്ങി. ഡ്രസ്സ് അഴിച്ചുകൊണ്ട് അവൾ ഷവർ ഓൺ ആക്കിയിട്ട് അതിന് താഴെ നിന്നു. കുളിച്ചു കഴിഞ്ഞ് ദേഹം തുടച്ചുകൊണ്ട് അവൾ ടവൽ ദേഹത്ത് ചുറ്റിക്കൊണ്ട് റൂമിലേക്ക് വന്നു. അവൾ അവിടെ വെച്ചിരുന്ന സാരി എടുത്ത് ഉടുക്കാൻ തുടങ്ങി. വൈറ്റ് കളർ സ്റ്റോൺ വർക്ക് ചെയ്ത സ്ലീവ്ലെസ് ബ്ലൗസും വൈറ്റ് പ്ലെയിൻ നെറ്റ് വർക്ക് ചെയ്ത സാരിയുമാണ് മീനു ധരിച്ചത്. വൈറ്റ് ഡയമണ്ട് സ്റ്റോൺ ചെയ്തു വരുന്ന കമ്മലും സെയിം വൈറ്റ് ഡയമണ്ട് സ്റ്റോൺ വർക്ക് വരുന്ന വളയും ഡയമണ്ടിൻ്റെ മാലയും അതുപോലെ തന്നെ മോതിരവും, ഇങ്ങനെയുള്ള സിമ്പിൾ ആൻഡ് വാല്യുബിൾ ഓർണമെൻറ്റ്സ് ആയിരുന്നു മീനു ഇട്ടത്. അവൾക്ക് വേണ്ടി സ്റ്റാലിൻ വാങ്ങിയതായിരുന്നു അത്. കുഞ്ഞു വൈറ്റ് സ്റ്റോൺ വരുന്ന പൊട്ട് ഇട്ടു മീനു. കൺമഷി എഴുതാതെ കണ്ണിന് മുകളിലായി ഐലൈനർ എഴുതി. ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക് അവൾ ഇട്ടു. മുടി മുഴുവൻ എടുത്ത് കെട്ടിവെച്ചുകൊണ്ട് ക്ലിപ്പാക്കി നെറ്റിയിലേക്ക് കുറച്ച് മുടി വീഴാൻ പാകത്തിലാക്കി. എല്ലാം കഴിഞ്ഞ് അവൾ കണ്ണാടിയുടെ മുന്നിൽ ഒന്ന് ഫ്രീ ആയി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്റ്റാലിൻ കയറി വന്നു. അവൻ വന്നതും മീനു ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവളെ കണ്ട് സ്റ്റാലിൻ ആകെ ഞെട്ടിപ്പോയി. വാവ്, എന്തൊരു ഭംഗിയാ മീനു നിന്നെ കാണാൻ. സൂപ്പർ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒന്നും മിണ്ടിയില്ല. അവൾക്ക് അസ്വസ്ഥതയാണ് തോന്നിയത്. ഓക്കെ ഫൈൻ, വാ. അവിടെ പുറത്ത് കാർ റെഡിയാ മീനു, നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, സ്റ്റാലിൻ മീനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മീനു അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. നോക്ക് മീനു, ഈ കല്യാണം കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസം തന്നെ നിൻ്റെ അച്ഛനെയും അമ്മയെയും കാണാൻ വേണ്ടി പോകും. അവിടെ വെച്ച് അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ വെച്ച് ഒന്നുകൂടി കല്യാണം കഴിക്കാം. എന്താ, അത് പോരെ നിനക്ക്, സ്റ്റാലിൻ ചോദിച്ചു. മീനു ഒന്നും മിണ്ടിയില്ല. ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് മീനുവിന് മനസ്സിലായിരുന്നു. അവൾ സ്റ്റാലിൻ്റെ കൂടെ പുറത്തേക്ക് നടന്നു. അവിടെ വീടിന് മുന്നിൽ ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു. സ്റ്റാലിൻ്റെ ഗാർഡ്സിൽ ഒരാൾ വന്ന് മീനുവിന് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അവൾ അതിൽ കയറിയിരുന്നു. ഡോർ അടഞ്ഞതും ആ സൈഡിലുള്ള ഡോറിൽ കൂടി സ്റ്റാലിൻ കയറി. സ്റ്റാലിൻ മീനുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അത്രയും മനോഹരമായൊരു ചിരി. ആ കാർ അവിടെ അടുത്തുള്ള ഒരു പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു പോയി.